കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഡേ കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂട്ടുകാരാണ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഡേ കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ കൂട്ടുകാരെ കുറിച്ച് പറയാൻ വന്നേ കേട്ടോ. സ്കൂൾ കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്, പക്ഷേ അവരുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഒരാളുമായിട്ടുണ്ട്, സിന്ധു എന്ന് പറഞ്ഞിട്ട്. അവൾ എല്ലപ്പോഴും വിളിക്കും, വിവരങ്ങളൊക്കെ അന്വേഷിക്കും അങ്ങനെ. പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത കൂട്ടുകാരല്ലേ നമുക്ക് സ്കൂൾ കാലഘട്ടത്തിൽ നിന്ന് കിട്ടുന്ന കൂട്ടുകാർ. പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിത്യ, രജിത, അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഒരുവിധം എല്ലാവരെയും തന്നെ എൻ്റെ മനസ്സിലുണ്ട്. കാരണം ആ ഒരു കാലഘട്ടം എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. കാരണം കൊതി തീരാത്തൊരു കാലഘട്ടമാണ് നമ്മുടെ എല്ലാവർക്കും അല്ലേ സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അതെനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്നൊരു കാലഘട്ടം കേട്ടോ. കാരണം അവരുടെ കൂടെ നമുക്ക് എനിക്ക് SLC ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച ഓണപ്പരീക്ഷ ആയപ്പോഴാണ് എനിക്ക് അസുഖമായിട്ട് അറിഞ്ഞതും എൻ്റെ പഠിത്തം അവിടെ വെച്ച് മുടങ്ങിപ്പോയതൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര അന്നൊന്നും പിന്നെ സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ട് അന്നൊന്നും അതിനെക്കുറിച്ച് അത്ര വലിയ ഇതില്ലായിരുന്നു കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴായിരുന്നു സ്കൂൾ പഠനം നിർത്തിയതിൻ്റെ വിഷമവും കൂട്ടുകാരെ പിരിഞ്ഞതിൻ്റെ വിഷമമൊക്കെ അറിയുന്നത് കേട്ടോ. ഇന്നും എൻ്റെ മനസ്സിൽ അവരെല്ലാവരും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയതാണ്, ഞാൻ കുറച്ച് കാലം തയ്യൽ പഠിക്കാൻ പോയപ്പോൾ കിട്ടിയതാണ് എൻ്റെ തത്തേനെ. പക്ഷേ തത്തയും ഞാനുമായിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുവരെ ഞങ്ങൾ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് കുറച്ച് കാലം വിളിയും പറച്ചിലിനൊന്നും പറ്റാതെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു മെസ്സേജെങ്കിലും അയക്കും കേട്ടോ. എനിക്ക് എൻ്റെ കൂട്ടുകാരി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെയാണ് ഞാൻ അവളെ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തത്താൻ കേട്ടോ. അവൾക്കൊരു മോളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയതാണ് ശശികല ചേച്ചി, ഗീത മിസ്, രമി ചേച്ചി, അങ്ങനെ ഒരു കൂട്ടുകെട്ട് കേട്ടോ. കുറച്ച് പേര് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച്, എന്ത് പരിപാടിക്കാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച്, അങ്ങനെ ഞങ്ങൾ നടക്കുന്ന ഫ്രണ്ട്ഷിപ്പാണ് അത് കേട്ടോ. അതും എൻ്റെ കൂട്ടുകാരികളെന്ന് എനിക്ക് അവരെ പറയാൻ പറ്റില്ല. എൻ്റെ ചേച്ചീൻ്റെ സ്ഥാനത്താണ് ഞാൻ അവരെ 3 ആളെയും കാണുന്നത് കേട്ടോ. എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണ് ഞാൻ അവരെ കാണുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞാൽ ഞാൻ പുട്ടവർത്തി പോയി ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പരിചയപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ കാണാത്ത ആൾക്കാരായിരുന്നു അവർ. അതുവരെ കാണാത്ത ആൾക്കാരായിരുന്നു. ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ട്രെയിൻ കയറാൻ പോകുമ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അവരെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ കേട്ടോ. അത് ട്രെയിനിൽ ഞങ്ങൾ ഒരുമിച്ച് കയറി അവിടെ തൊട്ടുള്ള പരിചയമാണ്. ജയശ്മി, അനു, ഞാനും തമ്മിൽ ഇന്നും ഞങ്ങൾ ഇത് കൊണ്ട് നടക്കുന്നുണ്ട്. അവിടുന്ന് വേറെ എനിക്ക് കുറേ കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ 3 പേരും അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ടച്ചാണ്. എന്താണ് പറയുക, എപ്പോഴും വിളിക്കലോ പറയലോ ഒന്നുമില്ല, പക്ഷേ എപ്പോഴും മനസ്സിലുണ്ട്. അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കിട്ടിയതായിരുന്നു ലതേച്ചി. ലതേച്ചിനെ അതുപോലെ എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഞങ്ങൾ. സ്വന്തം കൂടപ്പിറപ്പുകൾ നമ്മളെ കൊണ്ടു നടക്കും പോലെ കൊണ്ടു നടക്കും. നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളെ വിളിക്കും, നമ്മുടെ വിഷമങ്ങളിലൊക്കെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ എനിക്കിവരെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടുകാരാണ്. എന്താ പറയുക, കൂട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടില്ല. അങ്ങനെയാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കൂട്ടുകാരില്ലേ. കാരണം എല്ലാവർക്കും വേണം അങ്ങനെ ഒരു കൂട്ടുകാർ. കാരണം എന്തും നമുക്ക് പറയാം, നമ്മുടെ എന്ത് വിഷമവും എന്ത് സങ്കടങ്ങളും തുറന്ന് പറയാൻ പറ്റിയൊരു കൂട്ടുകാർ ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ തോറ്റു പോകില്ല കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര വലിയ വിഷമമാണെങ്കിലും നമ്മൾ പറയുമോ നമ്മളെങ്ങനെ അത് മറ്റുള്ളവരോട് പറയുക, അവരോട് പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും എന്ന് പറയാതെ നമ്മൾ സ്വന്തമായി കാണുന്ന ആൾക്കാരോട് ആരോടെങ്കിലും നമ്മുടെ മനസ്സിൽ എല്ലാ വിഷമങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീരും. എത്രയോ പേരുണ്ടല്ലോ ആത്മഹത്യ ചെയ്യുന്നു, ആരോടൊന്നും പറയാതെ ജീവിതം എടുക്കുന്ന എത്രയോ പേരില്ലേ. അപ്പം ഞാൻ പറഞ്ഞാൽ അതൊക്കെ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. നമുക്ക് എത്ര വലിയ സഹിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് അത്ര വേണ്ടപ്പെടുമെന്ന് തോന്നുന്ന ഒരാളോട് അവരിനി എങ്ങനെയാണ് അത് എടുക്കുന്നതെന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ മനസ്സിലെ ഭാരം നമ്മളൊന്ന് ഇറക്കി വെച്ച് നോക്കിയിട്ട് നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. പിന്നെ ദൈവം വിളിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ ഉള്ളിടത്തോളം കാലം നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്ഷിപ്പുകൾ എല്ലാവരും നല്ലോണം ഫ്രണ്ട്ഷിപ്പ് ഉള്ള എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ പറയുന്നതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എന്താണെന്ന് പറയുക, ഈ കൂട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളൊക്കെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇമോഷനാവും. പിന്നെ എനിക്ക് പറയാൻ ഇങ്ങനെ ഒരു തപ്പിക്കളി വരും. അതുകൊണ്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഡേ കേട്ടോ.